ആഗോള സമ്പദ് വ്യവസ്ഥ പലപ്പോഴും കടുത്ത അനിശ്ചിതത്വങ്ങളിലൂടെയും മന്ദഗതിയിലൂടെയും കടന്നു പോകുമ്പോഴും മരുഭൂമിയിലെ അത്ഭുത നഗരമായ ദുബായും യുഎഇയും തികച്ചും സവിശേഷമായ ഒരു ചരിത്രം എഴുതുകയാണ്. സാമ്പത്തിക അന്തരീക്ഷത്തിൽ വീണ്ടെടുപ്പിന്റെയും വൻ കുതിച്ചുചാട്ടത്തിന്റെയും പുതിയൊരു അധ്യായത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. വിദേശ നിക്ഷേപകരെയും വിദഗ്ധ തൊഴിലാളികളെയും ഒരുപോലെ ആകർഷിക്കുന്ന നയങ്ങൾ വഴി പുതിയ തൊഴിലവസരങ്ങളുടെ ഒരു വലിയ അലയടി തന്നെയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിനും ഇവിടെ പുതിയ തൊഴിൽ മുന്നേറ്റങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വെറുമൊരു പ്രഖ്യാപനത്തിനപ്പുറം വ്യാവസായിക സ്ഥിതിവിവര കണക്കുകളും തൊഴിൽ വിപണിയിലെ തത്സമയ മാറ്റങ്ങളും ഈ ചരിത്രപരമായ കുതിപ്പിന് അടിവരയിടുന്നു. ദുബായ് ഇന്ന് കേവലം ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മറിച്ച് ആഗോള ബിസിനസ്സുകളുടെ മുൻനിര താവളമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം ഫ്രീ സോണുകളിലും അതുപോലെ മെയിൻ ലാൻഡുകളിലുമായി 58,337 പുതിയ ട്രേഡ് ലൈസൻസുകളാണ് ദുബായ് അനുവദിച്ചത്. ഇതിനു പുറമെ 1,73,852 ലൈസൻസുകൾ പുതുക്കുകയും ചെയ്തു. ആകെ 2,31,989 ലൈസൻസ് ഇടപാടുകൾ നടന്നതോടെ നഗരത്തിലെ ബിസിനസ് മേഖലയിലെ ചലനാത്മകതയും സാമ്പത്തിക ഭദ്രതയും വ്യക്തമാകുന്നുണ്ട്. മുൻകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ 2020 മുതൽ 2022 വരെയുള്ള കാലയളവിനേക്കാൾ 84% ഭീമമായ വളർച്ചയാണ് 2023 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുതിയ ലൈസൻസുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. സുതാര്യമായ ഭരണ സംവിധാനങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗവുമാണ് ഈ മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയത്. ഇൻവെസ്റ്റ് ഇൻ ദുബായ് എന്ന ഏകജാലക സംവിധാനത്തിലൂടെ ലൈസൻസുകളും മറ്റനുമതികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കൂടാതെ ദുബായ് യൂണിഫൈഡ് ലൈസൻസ് നിലവിൽ വന്നതോടെ ഒരു പുതിയ കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായിരുന്ന സമയം 90 ദിവസത്തിൽ നിന്ന് വെറും 3 ദിവസമായി ചുരുങ്ങി. ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ ആഗോളതലത്തിലുള്ള പുതിയ സംരംഭകരെ ദുബായിലേക്ക് ആകർഷിക്കാൻ വഴിയൊരുക്കി. കമ്പനികളുടെയും വ്യവസായങ്ങളുടെയും എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും ഉയരുന്നത് തൊഴിലവസരങ്ങളുടെ സാധ്യതകളാണ്. യുഎഇ വിദേശ വ്യാപാര മന്ത്രാലയവും പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിനും സംയുക്തമായി തയ്യാറാക്കിയ യുഎഇ സാമ്പത്തിക ഗ്രാഫ് റിപ്പോർട്ട് 2026 പ്രകാരം മഹാമാരിക്ക് ശേഷമുള്ള തൊഴിൽ വിപണിയുടെ വീണ്ടെടുപ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച രാജ്യങ്ങളിലൊന്നാണ് യുഎഇ. 2025 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തൊഴിൽ വിപണി തളർച്ച നേരിട്ടപ്പോഴും യുഎഇയിൽ കോവിഡിന് മുൻപുള്ള 2019 നിലവാരത്തേക്കാൾ ഉയർന്ന തോതിലാണ് നിയമനങ്ങൾ നടന്നത്. മേഖലയിലെ ചില താൽക്കാലിക അസ്ഥിരതകൾ തൊഴിൽ വിപണിയിൽ ചെറിയ താളപ്പിഴകൾ സൃഷ്ടിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ വിപണി അതിവേഗം അനുകൂല നിലവാരത്തിലേക്ക് തിരികെ എത്തുന്ന ചിത്രമാണ് ദൃശ്യമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വിദഗ്ധ തൊഴിലാളികൾ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്ന നെറ്റ് ടാലന്റ് മൈഗ്രേഷൻ കണക്കിൽ യുഎഇ ലോകത്ത് മുൻനിര സ്ഥാനം കാത്തുസൂക്ഷിക്കുന്നു. യുഎഇയിൽ ജോലി തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്നതിനാൽ രാജ്യത്തെ ഈ സാമ്പത്തിക ഉണർവ് ഭാരതീയർക്കും പ്രവാസി കുടുംബാംഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. പരമ്പരാഗത തൊഴിൽ മേഖലകൾക്കപ്പുറം ഭാവിയിലെ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് യുഎഇയുടെ പുതിയ നയം. സാമ്പത്തിക സാങ്കേതിക വിദ്യാ വൈദഗ്ധ്യത്തിൽ അതായത് ഫിൻടെക് മേഖലയിൽ ലോകത്ത് 1ാം സ്ഥാനത്താണ് രാജ്യം നിലകൊള്ളുന്നത്. കൂടാതെ ജനസംഖ്യ ആനുപാതികമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ ലോകത്ത് 2ാം സ്ഥാനവും ബിസിനസ് വൈദഗ്ധ്യത്തിൽ 10ാം സ്ഥാനവും രാജ്യത്തിന് നേടാനായി. ഇത് ഫിൻടെക്, സാങ്കേതിക വിദ്യ, ഫിനാൻസ്, സെയിൽസ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ ഉയർന്ന തസ്തികകൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതിനൊപ്പം തൊഴിൽ വിപണിയിലെ ജനസംഖ്യാ ഘടനയും ശ്രദ്ധേയമാണ്. മില്ലേനിയൽ തലമുറയുടെയും ജെൻസി വിഭാഗത്തിന്റെയും ഉയർന്ന സാന്നിധ്യം രാജ്യത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റീറ്റെയിൽ, ആതിഥേയത്വം, ആരോഗ്യകാര്യം എന്നീ മേഖലകളിൽ യുവത്വത്തിന്റെ ഈ സാന്നിധ്യം പ്രകടമാണ്. മറ്റൊരു പ്രധാന പുരോഗതി തൊഴിൽ മേഖലയിലെ വനിതാ പ്രാതിനിധ്യമാണ്. നേതൃത്വ പദവികളിലെ വനിതകളുടെ സാന്നിധ്യം 2015 20.8% നിന്ന് 2025 എത്തുമ്പോഴേക്ക് 21.9% ഉയർന്നു. വിദ്യാഭ്യാസവും ആരോഗ്യരംഗവുമാണ് ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. സാമ്പത്തിക രംഗത്തെ വളർച്ച രാജ്യത്തെ മുൻനിര സേവന, വ്യോമയാന മേഖലകളിലും പുതിയ സാധ്യതകൾ തുറക്കുന്നു. ഗ്ലോബൽ വ്യോമയാന രംഗത്തെ പ്രമുഖരായ എമിറേറ്റ്സ് ഗ്രൂപ്പ് അവരുടെ വിവിധ മേഖലകളിലേക്ക് 100-ലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെയിന്റനൻസ്, എയർപോർട്ട് ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ്, ഹ്യൂമൻ റിസോഴ്സ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, കാഡറ്റ് പൈലറ്റുമാർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ആകർഷകമായ ശമ്പള പാക്കേജുകൾക്ക് പുറമെ സൗജന്യ താമസം, മക്കളുടെ വിദ്യാഭ്യാസ അലവൻസ്, വാർഷിക അവധികൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങി ഉദാരമായ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. ഇത് വിപണിയിലെ പൊതുവായ ശമ്പള നിലവാരത്തെ ഉയർത്താനും കൂടുതൽ മികച്ച പ്രൊഫഷണലുകളെ യുഎഇയിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്നു. ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും പ്രധാന മേഖലകളിൽ ഉണ്ടാകുന്ന ഉണർവ് അനുബന്ധ വിപണികളിലേക്കും പടർന്നു പിടിക്കും എന്ന സത്യം ദുബായിൽ വ്യക്തമായി കാണാം. പുതിയ കമ്പനികളും ജീവനക്കാരും എത്തുന്നതോടെ ഓഫീസ്, റീറ്റെയിൽ ആവശ്യങ്ങൾക്കായുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല ഉണർവിലാണ്.
കൂടാതെ റെസ്റ്റോറന്റുകൾ, ഡെലിവറി സർവീസുകൾ, ഗതാഗതം, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്നിവയ്ക്കും വലിയ തോതിൽ ആവശ്യക്കാരുണ്ടാകുന്നു. ചുരുക്കത്തിൽ വെറുമൊരു തൊഴിൽ വിപണി എന്നതിനപ്പുറം സാങ്കേതിക വിദ്യയ്ക്കും ബിസിനസ് സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമായി UAE മാറിയിരിക്കുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി പുതിയ കാലത്തിന് അനുയോജ്യമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ വൈദഗ്ധ്യങ്ങൾ എന്നിവ സ്വായത്തമാക്കുന്ന തൊഴിലന്വേഷകർക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ കണ്ടെത്താനുള്ള സുവർണ നിമിഷമാണിത്. കൃത്യമായ പ്ലാനിങ്ങോടെയും തയ്യാറെടുപ്പുകളോടെയും മുന്നേറുന്ന പ്രവാസികൾക്ക് ദുബായിയുടെ മണ്ണ് തുടർന്നും വലിയ വിജയങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമേയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.